അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ലോ നോക്കാം. നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. യെസ്. അപ്പോൾ ഈ ഒരു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നുള്ള ഈ ഒരു ലോ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തത്. ജോസഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലോ എന്താണ് നോക്കിക്കോളൂ. The percentage of elements in a compound by weight or by mass or weight എന്ത് വേണമെങ്കിലും പറയാം, will by mass എന്ന് കൊടുക്കാം, by mass എന്ന് വേണമെങ്കിൽ കൊടുക്കാം, will always be same no matter what the amount is. No matter what the amount is. ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. അപ്പോൾ എന്താണ് ഈ ലോയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ലോയിൽ അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ലോയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കണത്? അപ്പോൾ ഈ ഒരു ലോയിൽ നമ്മൾ ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ട് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ സോഡിയം സൾഫേറ്റ് എന്നൊരു കോമ്പൗണ്ട് എടുത്തു. സോഡിയം സൾഫേറ്റ് എന്ന് ഞാനൊരു കോമ്പൗണ്ട് എടുത്തു. ഈ കോമ്പൗണ്ടിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് സോഡിയമാണ്, ഒന്ന് സൾഫറാണ്, മൂന്നാമത്തത് ഓക്സിജനാണ്. മൂന്നാമത്തത് എന്താണ്? ഓക്സിജൻ ആണ് അല്ലേ. അപ്പോൾ ഈ മൂന്നിൻ്റെയും മാസുകളുടെ ഒരു റേഷ്യോ ഞാൻ എടുക്കുകയാണ്. ഈ മൂന്നിൻ്റെയും മാസുകളുടെ റേഷ്യോ ഒരു റേഷ്യോ എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. സോഡിയത്തിൻ്റെ റേഷ്യോ ഇപ്പോൾ എ ആണ്, സൾഫറിൻ്റെ റേഷ്യോ ബി ആണ്, ഓക്സിജൻ്റെ റേഷ്യോ സി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ മാസുകളുടെ റേഷ്യോ സോഡിയത്തിൻ്റെയും സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ എന്താണ്? മാസിൻ്റെ റേഷ്യോ A:B:C ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു മാസിൻ്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു 100 ഗ്രാമിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ സോഡിയം സൾഫേറ്റ്, ഒരു 100 ഗ്രാമിൻ്റെ സോഡിയം സൾഫേറ്റ് എടുത്തു. ആ 100 ഗ്രാം സോഡിയം സൾഫേറ്റിൽ അതിലുള്ള സോഡിയത്തിൻ്റെയും സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ A:B:C ആണ്. കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു 500 ഗ്രാം സോഡിയം സൾഫേറ്റ് എടുത്തു. ആ സോഡിയം സൾഫേറ്റിലും നമ്മുടെ സോഡിയത്തിൻ്റെയും സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് A:B:C ആയിരിക്കും. നമുക്കറിയാം ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ അതായത് ഇപ്പോൾ പല സാധനങ്ങൾ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം സെയിം കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കിക്കോളൂ, ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് വാട്ടർ ഫോം ചെയ്യാറുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് വാട്ടർ ഫോം ചെയ്യാറുണ്ട്. നമ്മൾ വേറൊരു എക്സാമ്പിൾ കണ്ടു, സോഡിയം ഹൈഡ്രോക്സൈഡും H2SO4 കൂടെ റിയാക്ട് ചെയ്യുമ്പോഴും നമുക്ക് സോഡിയം സൾഫേറ്റും കിട്ടാറുണ്ട്, വാട്ടറും കിട്ടാറുണ്ട്. സോഡിയം സൾഫേറ്റും നമുക്ക് കിട്ടാറുണ്ട്, വാട്ടറും കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ചിലപ്പോൾ ഈ ഒരു വാട്ടർ നമുക്ക് കിട്ടുന്ന അളവ് 72 ഗ്രാം ആണെന്ന് വിചാരിക്കാം. ഈ ഒരു ആദ്യത്തെ റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന വാട്ടറിൻ്റെ അളവ് 72 ഗ്രാം ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു വാട്ടറിൻ്റെ അളവ് നമുക്ക് 144 ഗ്രാം ആണെന്ന് വിചാരിച്ചോളൂ. 144 ഗ്രാം ആണ്. പക്ഷേ ഈ രണ്ട് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? സെയിം വാട്ടർ ആണ്. അപ്പോൾ ആ വാട്ടറിലുള്ള എലമെൻസും സെയിം ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ ഈ ഒരു 72 ഗ്രാം ഉള്ള ആ ഒരു വാട്ടറിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ ബൈ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 144 ഗ്രാമിൽ നമുക്ക് കിട്ടണ
ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ ബൈ മാസിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ റേഷ്യോ ബൈ മാസ് ഇപ്പം A:B എന്നാണ് കിട്ടണമെന്ന് ഇരിക്കട്ടെ. ഇവിടുത്തെ റേഷ്യോ ബൈ മാസ് A:B എന്നാണ് കിട്ടണതെങ്കിൽ ഇവിടുത്തെ റേഷ്യോ ബൈ മാസും എന്തായിരിക്കും? A:B തന്നെ ആയിരിക്കും. അത് രണ്ടും സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഒരു സെയിം കോമ്പൗണ്ടിൻ്റെ ക്വാണ്ടിറ്റി നമ്മളെ ബാധിക്കണ കാര്യമല്ല. കോമ്പൗണ്ട് സെയിം ആണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ റേഷ്യോ ബൈ മാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ആ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു 100 ഗ്രാം സിലിക്കണിൽ 46.7% ഗ്രാം എന്താണ്? 46.7% ഗ്രാം നമ്മുടെ സിലിക്കൺ ആണ്. 53.3 ഗ്രാം എന്താണ്? ഓക്സിജൻ ആണ്. അതേ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ 10 ഗ്രാം ഞാൻ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് എന്ത് കിട്ടി? അതേ പ്രൊപ്പോർഷൻ ആണ് സെയിം. യൂസ് 10 ഗ്രാം സാധനം എടുക്കുമ്പം നമുക്കതിൽ എന്താ പറയുക, 100 ഗ്രാമിൽ ഉണ്ടാവുന്ന അതേ ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നല്ല. ഒരു സാധനം നമ്മൾ 100 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡ് എടുക്കുമ്പം 46.7 ഗ്രാം നമുക്ക് സിലിക്കണും 53.3 ഗ്രാം നമുക്ക് ഓക്സിജൻ ആയിരുന്നു. അതേ 10 ഗ്രാം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും എന്നല്ല, പെർസെൻറ്റേജ് ബൈ മാസ് അല്ലെങ്കിൽ റേഷ്യോ ബൈ മാസ് സെയിം ആയിരിക്കും. 10 ഗ്രാമിൽ നമുക്ക് എത്ര കിട്ടി? 4.67ഉം 5.33 ഗ്രാമുമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ്? 46.7 ഗ്രാം ബൈ 53.3 ഗ്രാം ഇസ് ഈക്വൽ ടു 4.67 ഡിവൈഡഡ് ബൈ 5.33 ഗ്രാം. ആ ഒരു റേഷ്യോ ബൈ മാസ് അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് ബൈ മാസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അതിനെ ബാധിക്കില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ആ റേഷ്യോ സെയിം ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നോക്കിക്കോളൂ. 46.7 ഡിവൈഡഡ് ബൈ 53.3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 4.67 ഡിവൈഡഡ് ബൈ 5.33ക്ക് ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. ഡിവൈഡഡ് ബൈ 53.3 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണേ? 0.876 ആണ് കിട്ടണത്. ഇപ്പുറത്ത് നോക്കാം. 4.67 ഡിവൈഡഡ് ബൈ 5.33 ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കിട്ടണേ? 0.876 ആണ് കിട്ടണത്. അപ്പോൾ റേഷ്യോ ബൈ മാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, നോ മാറ്റർ വാട്ട് ദ എമൗണ്ട് ഈസ്. അല്ലേ? എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മളെ ബാധിക്കണ കാര്യമല്ല. അതാണ് എന്ത്? നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. അതിൻ്റെ കോമ്പോസിഷനിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച്. ഓക്കെ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. 1.375 gram of Cu2O cupric oxide reduced by heating in a current of hydrogen and the mass of copper that remained was 1.098 gram. In another experiment 1.179 gram of copper was
divided in the HNO3, I mean nitric acid, and the resulting copper nitrate converted into Cu2O, cupric oxide, by ignition. The mass of Cu2O formed was 1.476. Show that the result illustrate the law of definite proportion. Okay. അപ്പോൾ ഇതൊരു പ്രൂഫാണ്. നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അവർ പ്രൂഫ് ഒന്നും ചോദിക്കില്ല. പക്ഷേ ബോർഡ് എക്സാമിനേഷൻസിൽ അല്ലേ നമുക്കറിയാം, സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻസ് ആയാലും സെൻട്രൽ ബോർഡ് എക്സാമിനേഷൻസ് ആയാലും നമുക്ക് അവർ എന്ത് ചോദിക്കും? പ്രൂഫ്, ഇങ്ങനെയുള്ള ലോസിനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അത് ഏത് ലോ ആയാലും, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഏത് ലോ ആയാലും, ഗേ ലൂസാക്സ് ലോ, വോട്ടെവർ മേ ബി, ആ ലോ ഏതായാലും ചില സമയത്ത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ് ചോദിക്കും. സോ അതേപോലെ ഇതൊരു പ്രൂഫാണ്, നമുക്ക് നോക്കാം. അതായത് 1.375 ഗ്രാം ഓഫ് എന്താ പറയുക കുപ്രിക് ഓക്സൈഡ് നമ്മൾ ഹീറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കോപ്പറിൻ്റെ മാസ് എന്താണ്? കോപ്പറിൻ്റെ മാസ് 1.098 ഗ്രാം ആണ്. കോപ്പറിൻ്റെ മാസ് എന്താണ്? 1.098 ഗ്രാം ആണ്. വേറൊരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്തത്? 1.179 ഗ്രാം ഓഫ് കോപ്പർ നമ്മൾ എന്താണ് was divided in HNO3 and resulting നമുക്ക് അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കോപ്പർ നൈട്രേറ്റിനെ നമ്മൾ കുപ്രിക് ഓക്സൈഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത കുപ്രിക് ഓക്സൈഡിൻ്റെ മാസ് എന്താണ്? 1.476 ഗ്രാം ആണ്. 1.476 ഗ്രാം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ പറഞ്ഞു സാധനങ്ങളുടെ മാസ്, നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ മാസ് എന്ത് തന്നെ ആയാലും അല്ലേ, നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ മാസ് എന്ത് തന്നെ ആയാലും അതിൻ്റെ ആ ഒരു റേഷ്യോ, അതിലടങ്ങിയിട്ടുള്ള എലമെൻസിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അതിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഒരു സാധനം നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഫോം ചെയ്യണതെങ്കിലും, ഇവിടെ നമ്മൾ ഈ കുപ്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിന് നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മൾ കുപ്രിക് ഓക്സൈഡ് എടുത്തു, അതിലുള്ള ഒരു കോപ്പർ കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ട്, റിമൈനിങ് എമൗണ്ട് നമുക്ക് എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. സോ വേറൊരു എക്സ്പെരിമെന്റ് ഫോളോ ചെയ്ത്, അതായത് HNO3യും കോപ്പറും കൂടെ റിയാക്ട് ചെയ്ത് നമ്മൾ കോപ്പർ നൈട്രേറ്റ് ഫോം ചെയ്തു. എന്നിട്ട് അതിനെ ഇഗ്നൈറ്റ് ചെയ്ത് അതിനെ നമ്മൾ ബേൺ ചെയ്യുക. ഇഗ്നൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബേൺ ചെയ്യുക. അതിനെ ബേൺ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? കുപ്രിക് ഓക്സൈഡ് നമുക്ക് കിട്ടി. അപ്പോൾ ആ കിട്ടിയതിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻ തൽക്കാലം മായ്ക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റിയിട്ട് നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് ആദ്യം അവർ എത്ര ഗ്രാം കുപ്രിക് ഓക്സൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്? മാസ് ഓഫ് കുപ്രിക് ഓക്സൈഡ് അല്ലേ, Cu2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്രിക് ഓക്സൈഡ് ആണ്. യെസ്, Cu2O എന്ന് പറയുന്നത് എന്താണ്? കുപ്രിക് ഓക്സൈഡ് ആണ്. യെസ്. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ആദ്യം അവർ എത്ര മാസ് ഉണ്ടെന്നാണ് തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുള്ളത് 1.375 ഗ്രാം ആണ്. 1.375 ഗ്രാം ആണ്. നമുക്ക് ആദ്യത്തെ കേസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണത് കേസ് 1 ആണ്. കേസ് 1 ആണ്. കേസ് 1ൽ നമ്മൾ എന്ത് ചെയ്തു? കുപ്രിക് ഓക്സൈഡും ഹൈഡ്രജനും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യിച്ചു.
കുപ്രിക് ഓക്സൈഡും ഹൈഡ്രജനും കൂടെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് കോപ്പർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയ കോപ്പറിന്റെ മാസ് എന്താണ്? മാസ് ഓഫ് കോപ്പർ. മാസ് ഓഫ് കോപ്പർ, കോപ്പറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് Cu ആണ്. കോപ്പറിന്റെ സിമ്പൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ, നമ്മുടെ കെമിസ്ട്രിയിലെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ അറ്റോമിക് സിമ്പൽസ് എന്താണ്, അറ്റോമിക് മാസ് എന്താണ്, അറ്റോമിക് നമ്പർ എന്താണ്, പ്രോട്ടോൺ എന്താണ്, ഇലക്ട്രോൺ, ന്യൂട്രോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്താണ്, ഷെൽ എന്താണ്, ബോണ്ട് എന്താണ്, അല്ലേ, ഇങ്ങനെയുള്ള കോവാലന്റ് ബോണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പീരിയോഡിക് ടേബിൾ, കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ പീരിയോഡിക് ടേബിളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ എലമെന്റ്സിന്റെ ഓരോ എലമെന്റ്സിന്റെ സിമ്പൽ എന്താണെന്നുള്ളതും നമ്മൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. യെസ്, അപ്പോൾ മാസ് ഓഫ് കോപ്പർ നമുക്ക് ഒബ്റ്റെയിൻ, മാസ് ഓഫ് കോപ്പർ ഒബ്റ്റെയിൻഡ് എന്ന് കൊടുക്കാം, അല്ലേ. മാസ് ഓഫ് കോപ്പർ ഒബ്റ്റെയിൻഡ് എത്രയാണ്? 1.098 ആണ്. 1.098 ആണ്, അല്ലേ. യെസ്, അപ്പോൾ ഇനി നോക്കിക്കോളൂ, മാസ് ഓഫ് കോപ്പർ ഒബ്റ്റെയിൻഡ് നമുക്ക് കിട്ടി. നമുക്കറിയാം CO2 ഇത്രയും മാസിൽ, അതായത് 1.375 ഗ്രാമിൽ 1.098 ഗ്രാം എന്ന് പറയുന്നത് കോപ്പർ ആണെങ്കിൽ റിമൈനിങ് എന്തായിരിക്കും? റിമൈനിങ് ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേസ് 1 നമ്മുടെ മാസ് ഓഫ് ഓക്സിജന്റെ സിമ്പൽ എന്താണ്? ഓക്സിജന്റെ സിമ്പൽ O2 ആണ്. അപ്പോൾ നമ്മൾ 1.375 നമ്മൾ എന്ത് മൈനസ് ചെയ്യും? 1.098 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ മാസ് കിട്ടും? ഓക്സിജനിന്റെ മാസ് കിട്ടും. നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. യെസ്, -1.375 -1.098. അപ്പം നമുക്ക് എന്ത് കിട്ടും? 0.277. 0.277 ആണ് ആരുടെ മാസ്? നമ്മുടെ ഓക്സിജന്റെ മാസ്. ഇത് കേസ് 1 ആണ്. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 നോക്കിക്കോളൂ. കേസ് 2 എന്ന് പറയുന്നത് നോക്കിക്കോളൂ, 3 എണ്ണമാണ്. കേസ് 1 പോലെ കേസ് 2 3 എണ്ണമാണ്. മാസ് ഓഫ് കുപ്രിക് ഓക്സൈഡ്, അല്ലേ. മാസ് ഓഫ് കുപ്രിക് ഓക്സൈഡ് ഇവിടെ ഫോംഡ് ആണ്, ഇവിടെ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഫോംഡ് എന്ന് കൊടുക്കാം, പ്രൊഡ്യൂസ് ആയതാണ്. അതേപോലെ മാസ് ഓഫ് കോപ്പർ പിന്നെന്താണ്? മാസ് ഓഫ് ഓക്സിജൻ, അല്ലേ. അങ്ങനെ സെയിം 3 കേസാണ് ഇവിടെയും. നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. ഫോം ചെയ്ത കുപ്രിക് ഓക്സൈഡിന്റെ മാസ് എത്രയാണ്? 1.476, അല്ലേ, ആണോ? യെസ്, 1.476 ആണ്. 1.476 ഗ്രാം ആണ് നമ്മുടെ മാസ് ഓഫ് കുപ്രിക് ഓക്സൈഡ്. യെസ്, പിന്നെ കോപ്പറിന്റെ മാസ് വന്നപ്പോൾ എത്രയാണ്? കോപ്പറിന്റെ മാസ് വരുമ്പം യെസ് 1.179. കോപ്പറിന്റെ മാസ് 1.179 ആണ്. 179 ഗ്രാം ആണ്. അപ്പോൾ ഇനി നമ്മൾ മാസ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോക്കാം എത്രയാണെന്നുള്ളത്. നോക്കിക്കോളൂ. നമുക്കിത് മൈനസ് ചെയ്യുമ്പോൾ ആരുടെ മാസ് കിട്ടും? മാസ് ഓഫ് ഓക്സിജൻ കിട്ടും. 476 മൈനസ് 1.179. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.297 എന്ന് കിട്ടി. 0.297 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ പേരുടെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, അതായത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പം സാധനങ്ങളിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വോട്ടെവർ ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള എലമെൻസിൻ്റെ മാസ് എപ്പോഴും സെയിം ആയിരിക്കും എന്ന് കുറേ പേര് വിചാരിക്കും. അങ്ങനെയല്ല, എലമെൻസിൻ്റെ മാസ് സെയിം ആണെന്നല്ല, എലമെൻസിൻ്റെ എന്താ പറയുക, മാസ് ബൈ റേഷ്യോ, അല്ലേ, അതായത് പെർസെൻറ്റേജ് ഓഫ് മാസ് ആണ്, ആ മാസിൻ്റെ റേഷ്യോ ആണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ ആണ് എപ്പോഴും സെയിം ആവുന്നത്. അപ്പോൾ ആസ് പെർ നമ്മുടെ ഈ ഒരു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ച് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ഓക്സിജൻ, അല്ലേ. കോപ്പറിന്റെ മാസും അതേപോലെ ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ ആണ് രണ്ട് സിറ്റുവേഷൻസിലും സെയിം ആവേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കിക്കോളൂ, കോപ്പർ ബൈ ഓക്സിജൻ നമ്മൾ ചെയ്യുമ്പോൾ 1.098 ഡിവൈഡഡ് ബൈ 0.277 ആണ്. അതേപോലെ കേസ് 2 നോക്കിക്കോളൂ, നമ്മൾ കോപ്പർ ബൈ ഓക്സിജൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1.179 ഡിവൈഡഡ് ബൈ 0.297. ഈ രണ്ട് വാല്യൂസും ആണ് സെയിം ആവേണ്ടത്. ഈ രണ്ട് എലമെന്റ്സിന്റെ റേഷ്യോ ബൈ മാസ് നമ്മൾ എടുക്കുമ്പം, രണ്ട് എലമെന്റ്സിന്റെ റേഷ്യോ ബൈ മാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ് നമ്മൾ എടുക്കുമ്പം അത് കറക്റ്റ് ആയിരിക്കണം. നോക്കിക്കോളൂ, അത് സെയിം ആയിരിക്കണം. സെയിം ആണോ അല്ലയോ നമുക്ക് നോക്കാം. സെയിം ആണെങ്കിൽ ഇവിടെ എന്ത് ലോ ഫോളോ ചെയ്യേണ്ടത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ലോ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. 1.098
ഡിവൈഡഡ് ബൈ 0.277 ചെയ്യുമ്പോൾ നമുക്ക് 3.96 ആണ് കിട്ടുന്നത്. 3.96 ആണ് നമ്മുടെ ഫസ്റ്റ് കേസിൽ കിട്ടിയത്. നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. 1.179 ഡിവൈഡഡ് ബൈ 0.297. എഗെയിൻ ഇവിടെയും നമുക്ക് കിട്ടുന്നത് എന്താണ്? 3.96 ആണ് നമുക്ക് കിട്ടിയത്. രണ്ട് കേസിലും നമുക്ക് എന്താണ് കിട്ടിയത്? രണ്ട് കേസിലും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടിയത്. സോ ഹിയർ ആക്ച്വലി എന്താണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഈ രണ്ട് എക്സ്പെരിമെൻറ്റ്സിലും എന്ത് ഫോളോ ചെയ്യേണ്ടത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ, അതായത് കുറേ പിള്ളേർ വിചാരിക്കുന്നത് അതാണ്, അതായത് ഇവിടെ ഒരു നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ മാസ് വേരി ആവുന്നതിനനുസരിച്ച് അതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ മാസും വേരി ആവും അല്ലേ? അതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ മാസും വേരി ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത് മാസിനെ കുറിച്ചല്ല, മാസ് ബൈ റേഷ്യോനെ കുറിച്ചാണ്. മാസിൻ്റെ റേഷ്യോനെ കുറിച്ചാണ്, അതിലുള്ള എലമെൻസിൻ്റെ മാസസിൻ്റെ റേഷ്യോനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ ഹോൾ മെറ്റീരിയലിൻ്റെ മാസ് എന്താണെന്നുള്ളത് നമുക്കവിടെ ബാധിക്കണ കാര്യമല്ല. അതിലുള്ള സാധനങ്ങളുടെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ലോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആയല്ലോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ലോ? യെസ്, ഈസിയാണ്. പ്രോപ്പറായി നമുക്ക് മനസ്സിലായാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രൂഫാണ്. 2.8 gram of calcium oxide, 2.8 gram of calcium oxide prepared by heating limestone was found to contain 0.89 gram of oxygen. 0.89 gram of oxygen. When 1 gram of oxygen is treated with calcium, 3.59 gram of calcium was obtained. 3.59 gram of calcium was obtained. Show that, അല്ലെങ്കിൽ എന്താ പറയുക, യെസ്, ചെക്ക് ഫോർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ പ്രൂവ് ഡെഫിനിറ്റ് ലോ ഓഫ് പ്രൊപ്പോർഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, നമ്മൾ രണ്ട് രീതിയിലാണ് ഇവിടെ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യണത് അല്ലേ. ഒന്ന് നമ്മൾ ലൈം സ്റ്റോൺ ഹീറ്റ് ചെയ്തിട്ട്, ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. നിങ്ങൾക്ക് എക്സാമിനേഷൻസിൽ, അതും നമ്മുടെ എന്താ പറയുക എൻട്രൻസ് എക്സാമിനേഷൻസിലൊക്കെ നമുക്ക് എല്ലാ സമയത്തും കെമിക്കൽ ഫോർമുലാസ് ഒന്നും അവർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് ലൈം സ്റ്റോൺ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കാൽഷ്യം കാർബണേറ്റ് ആണ്, CaCO3 ആണ്. CaCO3 ആണ് നമ്മുടെ എന്താ പറയുക ലൈം സ്റ്റോൺ എന്നുള്ളതിൻ്റെ കെമിക്കൽ ഫോർമുല. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ലൈം സ്റ്റോൺ, അതായത് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്ത് നമുക്ക് കാൽഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡിൽ രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് കാൽഷ്യം ആണ്, ഒന്ന് ഓക്സിജൻ ആണ്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. മാസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് എന്താണ്? 2.8 gram ആണ്. ഇതിൽ രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് മാസ് ഓഫ് കാൽഷ്യം ആണ്, രണ്ടാമത്തത് എന്താണ്? മാസ് ഓഫ് ഓക്സിജൻ ആണ്. നമുക്ക് മാസ് ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്. എത്ര ഓക്സിജൻ ആണ് അതിലുള്ളത്? 0.89 ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും?
0.89 ഗ്രാം ആണോ? 0.8 ഗ്രാം ആണ്. സോറി 0.89 അല്ല, 0.8 ഗ്രാം ആണ്. 0.8 ഗ്രാം ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് മാസ് ഓഫ് കാൽഷ്യം 2 ഗ്രാം എന്ന് കിട്ടി. മാസ് ഓഫ് കാൽഷ്യം 2 ഗ്രാം എന്ന് കിട്ടി. നമുക്കറിയാം കാൽഷ്യം ബൈ ഓക്സിജന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കാൽഷ്യം ബൈ ഓക്സിജന്റെ റേഷ്യോ 2 ഡിവൈഡഡ് ബൈ 0.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 20/8 എന്ന് നമുക്ക് പറയാം. 10/4 എന്ന് കിട്ടും. 2.5. 2.5 ആണ് എന്ത്? നമ്മുടെ കാൽഷ്യം ബൈ ഓക്സിജനിന്റെ റേഷ്യോ. അപ്പം ഞാൻ ഇനി കേസ് 2 ഞാൻ നോക്കാൻ പോവാണ്. കേസ് 2ലും എനിക്ക് 3 കേസ് ഉണ്ട്. മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, മാസ് ഓഫ് കാൽഷ്യം ഉണ്ട്, മാസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. എനിക്ക് എത്ര കാൽഷ്യം കാർബണേറ്റ് കിട്ടി? 3.59 കിട്ടി. ഓക്സിജന്റെ മാസ് അവർ 1 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.5. 3.5 ഗ്രാം. 59 അല്ല, 3.5 ഗ്രാം എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ എനിക്ക് 3.5 ഗ്രാം ഓഫ് കാൽഷ്യം ഓക്സൈഡ് കിട്ടി. ഓക്സിജന്റെ ഗ്രാം 1 ഗ്രാം ആണ്. റിമൈനിങ് 2.5 ആണ്. കാൽഷ്യം ബൈ ഓക്സിജൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? കാൽഷ്യം ബൈ ഓക്സിജൻ ചെയ്യുമ്പം എഗെയിൻ എനിക്ക് 2.5 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ എന്ത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ നമ്മൾ പ്രൂവ് ആണ് ചെയ്തത് അല്ലേ? ഇവിടെ നമ്മൾ പ്രൂവ് ആണ് ചെയ്തത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സാമ്പിൾ ഓഫ് പ്യുവർ magnesium carbonate was found to contain 28.5% of magnesium. 28.5% of magnesium. പിന്നെ 14.29% of carbon. 14.29% of carbon. And 57.14% of oxygen by mass. Okay. ബൈ മാസ് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഏതാണ്? മാസിൻ്റെ ബേസിസിലാണ് സംസാരിക്കുന്നത്. ഫൈൻഡ് ദ മാസ് ഓഫ് magnesium. Find the mass of magnesium, carbon and oxygen in 15.0 gram of another sample of magnesium carbonate. സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് രണ്ടും എന്തായിരുന്നു? പ്രൂഫ് ആയിരുന്നു അല്ലേ? നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ രീതിയിൽ രണ്ട് പ്രൂഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു പ്യുവറായ മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ എടുത്തു. ഒരു പ്യുവറായ മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ സാമ്പിൾ നമ്മൾ എടുത്തു. ആ ഒരു സാമ്പിളിൽ ഓരോരോ സാധനം നമുക്കറിയാം. മഗ്നീഷ്യം കാർബണേറ്റ് MgCO3 ആണ്. കാർബണേറ്റ് എന്ന് പറയുമ്പോൾ, കാർബണേറ്റ് എന്നുള്ളത് ഒരു നെഗറ്റീവ് അയോൺ ആണ്. കാർബണേറ്റ് എന്ന് പറയുന്ന അയോണിൽ എന്താണുള്ളത്? കാർബണും ഓക്സിജനും ആണുള്ളത്. മഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പം MgCO3 ആണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കാം. മഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത്? മഗ്നീഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓരോരോ ഒരു സർട്ടൺ ക്വാണ്ടിറ്റി ഉണ്ട്, സർട്ടൺ പെർസെൻറ്റേജ് ബൈ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അവർ തന്നിട്ടുള്ളത് പെർസെൻറ്റേജിലാണ്. നമുക്ക് എന്തും പെർസെൻറ്റേജിൽ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ?
100-ൽ എത്ര എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കൂൾ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50 മാർക്സിൽ ഞാൻ 50-ൽ 40 മാർക്സ് ആണ് ഞാനിപ്പോൾ കെമിസ്ട്രിയിൽ സ്കോർ ചെയ്തതെന്ന് ഇരിക്കട്ടെ. ഔട്ട് ഓഫ് 50-ലായിരുന്നു എൻ്റെ എക്സാമിനേഷൻ, ഞാൻ സ്കോർ ചെയ്ത മാർക്ക് 40 ആണ്. അപ്പം എത്രയാണ് പെർസെൻറ്റേജ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 50-ൽ 40 ആണ്. സോ ഔട്ട് ഓഫ് 100-ൽ എത്ര അല്ലേ? അപ്പം 50 മാർക്കിൽ 40 ആണ് മേടിച്ചതെങ്കിൽ 100 മാർക്കാവുമ്പം എത്രയാണ് മേടിച്ചിട്ടുണ്ടാവുക? ഔട്ട് ഓഫ് 100-ൽ എത്ര എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ഇവിടെയും അവർ നമുക്ക് പെർസെൻറ്റേജ് ബൈ മാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഔട്ട് ഓഫ് 100 ഗ്രാംസ് ആണ്. നമ്മുടെ മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ ഗ്രാം 100 ഗ്രാം ആവുമ്പോൾ 100 ഗ്രാം ആവണ സമയത്ത് ഓരോന്നും എത്രയാണെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. 100 ഗ്രാം ആവണ സമയത്ത് മഗ്നീഷ്യത്തിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 28.5 ആണ്. നമ്മുടെ കാർബണിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 14.29 ആണ്. അതേപോലെ വേറെ ആരുടെ ക്വാണ്ടിറ്റിയാണ്? ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അത് 57.14 ഗ്രാം ആണ്. ഇതെപ്പോഴാണ്? 100 ഗ്രാം ആവുമ്പോഴാണ്. ഇത് ഏത് ഞാൻ കുറച്ചും കൂടി നീക്കി എഴുതാം. ഓക്കെ, നമ്മുടെ മഗ്നീഷ്യം കാർബണേറ്റ് അല്ലേ, നമ്മുടെ മഗ്നീഷ്യം കാർബണേറ്റ് 100 ഗ്രാം ആവുന്ന കേസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 എണ്ണം ഉണ്ട്. മഗ്നീഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മഗ്നീഷ്യം 28.5 ആണ്. കാർബണിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 14.29 ആണ്. അതേപോലെ ഓക്സിജൻ എത്രയായിരിക്കും? 57.14 ആണ്. 57.14 ആണ്. യെസ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇതാണ് നമ്മുടെ കേസ് 1. കേസ് 2 എന്താണ്? കേസ് 2 എന്ന് പറയുന്നത് MgCO3യുടെ ഗ്രാം എത്രയാണ്? 15 ഗ്രാം ആണ്. MgCO3യുടെ ഗ്രാം എത്രയാണ്? 15 ഗ്രാം ആണ്. നമുക്കറിയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 50 മാർക്കിൽ എനിക്ക് 40 മാർക്ക് കിട്ടി. 50 മാർക്കിൽ എനിക്ക് ഇപ്പോൾ കെമിസ്ട്രി എക്സാമിനേഷനാണ്, ഔട്ട് ഓഫ് 50-ലായിരുന്നു. അതിൽ ഞാൻ സ്കോർ ചെയ്ത മാർക്സ് 40 ആണ്. അപ്പോൾ 100-ൽ എത്ര? 100 മാർക്കിൽ എത്ര മാർക്സ് ആണ് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 40 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ആണ്. 40 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രത്യേക ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു വാല്യൂവിൽ ഇത്ര വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇത്ര എമൗണ്ട് ആണ് ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതിന് റേഷ്യോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം 40/50. അപ്പോൾ വേറെ ഞാൻ അതായത് ഞാൻ ഇപ്പോൾ ഒരു 50 മാർക്കാണ് എൻ്റെ മാർക്ക്, അതിലെനിക്ക് 40 മാർക്ക് കിട്ടി. അതേസമയം എൻ്റെ മാർക്ക് 100 ആയിരുന്നെങ്കിൽ ഈ 40-ന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എനിക്ക് എന്ത് മാർക്കാണ് കിട്ടുക എന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് എനിക്ക് പറയാം 40/50 ഈസ് ഈക്വൽ ടു x/100 എന്ന് പറയാം. 40/50 ഈസ് ഈക്വൽ ടു x/100. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? 100-ൽ എത്ര എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 100 ഇവിടെ വരും. 40 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. മനസ്സിലായോ? ഈ 50-നെ നമ്മൾ 100-മായി ഇക്വേറ്റ് ചെയ്യുവാണ്. 50 ആണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ. അത് 100 ആണെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് അത് 200-ൽ എത്രയാണെന്ന് ചോദിച്ചു. 50-ൽ 40 മാർക്ക് കിട്ടി. അപ്പം നമ്മുടെ മാർക്ക് 200 ആയിരുന്നെങ്കിൽ എത്ര ആവാനായിരുന്നു സാധ്യത എന്ന് ചോദിച്ചാൽ 40/100 50 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? x/200-ന് ഈക്വൽ ആണ്. അപ്പോൾ ഔട്ട് ഓഫ് 200 ആയിരുന്നെങ്കിൽ 40-ക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് വാല്യൂ ആണ് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആ സെയിം ലോജിക്കാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യണേ. 100-ൽ എത്രയാണെന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. 100-ൽ എത്രയാണെന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. സോ 15-ൽ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 28.5 ഡിവൈഡഡ് ബൈ 100, 28.5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 15 ചെയ്യുമ്പം ആരുടെ വാല്യൂ കിട്ടും? മഗ്നീഷ്യത്തിൻ്റെ വാല്യൂ കിട്ടും. അതേപോലെ 14.29 ബൈ 100, 14.29 ബൈ 100 ഇൻറ്റു 15 ചെയ്യുമ്പോൾ ആരുടെ കിട്ടും? കാർബണിൻ്റെ കിട്ടും. 57.14 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 15 ചെയ്യുമ്പം ആരുടെ കിട്ടും? ഓക്സിജനിൻ്റെ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ ഓരോ എലമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ കോമ്പോണൻറ്റിൻ്റെയും റേഷ്യോ നമുക്ക് തന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു മാസിൽ അത് എന്തോരം ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. സോൾവ് ചെയ്യാൻ നോക്കിക്കോളൂ.
28.5 into 15 divided by 100. അപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ ക്വാണ്ടിറ്റി 4.275 ഗ്രാം ആണ്. ഇനി അതേപോലെ 14.29 into 15 divided by 100 ചെയ്യുമ്പം 2.1435 ആണ്. 2.1435 ആണ്. 57.14 divided by 100 into 15 ചെയ്യുമ്പം 8.571 കിട്ടും ഓക്സിജൻ്റെ ഗ്രാം. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്താണ്? ഒരു കോമ്പൗണ്ട് ഏത് രീതിയിൽ ഫോം ചെയ്താലും അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയായാലും ആ ഒരു ഹോളിൻ്റെ അതിൻ്റെ മാസ് എന്ത് തന്നെ ആയാലും അതിൽ അടങ്ങിയിട്ടുള്ള എലമെൻസിൻ്റെ റേഷ്യോ ബൈ മാസ് അല്ലേ, അവരുടെ മാസസിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഒരു ലോ ആയതുകൊണ്ടാണ് 100 ഗ്രാം നമുക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു പ്രൊപ്പോർഷനിലാണ് അതിൽ സാധനങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ എത്ര ഗ്രാം ആയാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രൊപ്പോർഷനിൽ അതായത് മാസിൻ്റെ ഇൻഡിവിജ്വൽ മാസസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച് ഇൻഡിവിജ്വൽ മാസസിൽ വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. റേഷ്യോ കോൺസ്റ്റൻ്റ് ആവണ സമയത്ത് അങ്ങനെ റേഷ്യോ രണ്ട് വാല്യൂസിൻ്റെ അല്ലെങ്കിൽ രണ്ട് കേസസിൽ രണ്ട് സാധനങ്ങളുടെ റേഷ്യോസ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? യെസ്, സിമ്പിളാണ്. മാത്സിൽ നമ്മുടെ ബേസിക് മാത്സ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും നമ്മൾ മാത്സിൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാകും. സോ ബേസിക് മാത്സ് നമുക്ക് എപ്പോഴും എന്താ പറയുക, സ്ട്രോങ് ആയിരിക്കണം. ഈ ഐഡിയാസൊക്കെ, ഈ റേഷ്യോയുടെ ഐഡിയാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ഐഡിയാസൊക്കെ നമ്മുടെ ബേസിക് മാത്സ് ആണ്. നിങ്ങൾക്ക് ബേസിക് മാത്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ്, നമ്മുടെ ഈ ഒരു സെയിം ചാനലിൽ തന്നെ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പ്യുവർ ബേസിക് മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സെഷൻസ് പോയി നിങ്ങൾ കണ്ടാൽ മതി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A sample of pure calcium carbonate എന്ന് തന്നാലും limestone എന്ന് തന്നാലും സെയിം ആണ്. കാൽഷ്യം കാർബണേറ്റ് was found to contain 40% of calcium, 12% of carbon and 48% of oxygen. 48% of oxygen. Yes. What are the quantities of or mass of, yes, what are the masses of these three components in 2.44 gram of calcium carbonate. Calcium carbonate ന്റെ കെമിക്കൽ ഫോർമുല CaCO3 ആണ്. അപ്പോൾ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് നമുക്കിവിടെ എന്താണ്, പെർസെൻറ്റേജ് ബൈ മാസ് ആണ് തന്നിട്ടുള്ളത്, ഔട്ട് ഓഫ് 100 ആണ് തന്നിട്ടുള്ളത്. സോ കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പോലെയാണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് 100 ഗ്രാം ആണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് 100 ഗ്രാം ആയിരിക്കണ സമയത്ത് നോക്കിക്കോളൂ, കാൽഷ്യത്തിൻ്റെ മാസ് എത്രയാണ്? 40 ആണ്. അതേപോലെ കാർബണിൻ്റെ മാസ് എത്രയാണ്? 12 ആണ്. ഓക്സിജനിൻ്റെ മാസ് 48 ആണ്. ഓക്കെ, ഓക്സിജനിൻ്റെ മാസ് 48 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് 2.44 ആയി കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ് കാൽഷ്യമും അതേപോലെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് എന്തായിരിക്കും നോക്കിക്കോളൂ. 40/100, കാൽഷ്യത്തിൻ്റെ മാസ് 100 ആയിരിക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്വാണ്ടിറ്റി 100 ഗ്രാം ആയിരിക്കുമ്പോൾ അതിൽ 40 ഗ്രാം എന്താണ്? കാൽഷ്യമാണ്. അപ്പോൾ 2.44 ഗ്രാമിൽ എത്രയായിരിക്കും എന്നുള്ളത് ഇങ്ങനെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത സെയിം ആ ഒരു എക്സാമ്പിളിൻ്റെ അതേ ടൈപ്പാണ്. 12 divided by 100 into
2.44. വേറെ ഇതെന്താണ് 48 ഡിവൈഡഡ് ബൈ 100. 48 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2.44. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നോക്കിക്കോളൂ. 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2.44. 0.976 gram of calcium ഉണ്ടാവും. 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2.44 ചെയ്യുമ്പോൾ 0.292 gram ഉണ്ടാവും. അതേപോലെ 48 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2.44 ചെയ്യുമ്പം 1.171 gram ഉണ്ടാവും. 1.171 gram ഉണ്ടാവും. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ കാൽഷ്യത്തിൻ്റെയും കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് ഏത് സമയത്ത് നമ്മൾ 2.44 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ചില സമയത്ത് നിങ്ങൾക്ക് അവരിങ്ങനെ സ്പെസിഫിക് ആയിട്ടല്ലേ ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്നും തന്നിട്ടുണ്ടാവില്ല. ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്നും തന്നിട്ടുണ്ടാവില്ല. ഞാൻ ആ രീതിയിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം നമ്മൾ പറയുമ്പോൾ സോഡിയം സൾഫേറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുവാണ് ഒരു പ്യുവർ സാമ്പിൾ, ഒരു പ്യുവർ സാമ്പിൾ സോഡിയം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ് എത്ര ഗ്രാം പറയാം? ഒരു 100 gram എന്ന് വിചാരിച്ചോളൂ. ഒരു 100 gram സോഡിയം സൾഫേറ്റിൽ ഓരോരോ കോമ്പണൻറ്റും എത്ര ഗ്രാം ഉണ്ട്? നമുക്കൊരു പ്യുവർ സാമ്പിൾ സോഡിയം സൾഫേറ്റ് തന്നിട്ടുണ്ട്. ഒരു പ്യുവറായ ഒരു സാമ്പിള് സോഡിയം സൾഫേറ്റ് 100 gram സോഡിയം സൾഫേറ്റ് നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയുവാണ് ഇതിൽ ഓരോന്നും ഇതിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ടാവില്ല. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് ഉണ്ടാവും. ആ ഓരോ എലമെൻറ്റ്സിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണ് 100 ഗ്രാമിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ അവർ നമുക്ക് വേറൊരു സാമ്പിൾ ഒന്നും തന്നിട്ടില്ലല്ലോ. ഇതിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ കേസസിൽ, ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസസിൽ നമുക്ക് അവർ ആദ്യം ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം തന്നെ ഇപ്പം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കാൽഷ്യം കാർബണേറ്റ് ആയിരുന്നു. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് തന്നെ 100 ഗ്രാമിൽ എത്ര ഉണ്ടെന്നുള്ളത് അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2.44 ഗ്രാമിൽ എത്രയാണ് എന്നുള്ളതാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 2.44 ഗ്രാമിൽ എത്ര ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ചില സമയത്ത് അവർ നമുക്ക് വേറെ ഒരു ഒരു പ്രത്യേക മാസിൽ ഇത്ര ഉണ്ടെന്ന് തന്നിട്ട് ഒരു മാസിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പറയില്ല. ഡയറക്റ്റ് ഒരു മാസ് തന്നിട്ട് 100 ഗ്രാം ഞാനിപ്പം ഒരു എളുപ്പത്തിന് വേണ്ടി എടുത്തതാണ്. എന്ത് വേണമെങ്കിലും തരാം. ചിലപ്പോൾ പോയിന്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും. ഇപ്പോൾ 544 എന്നുള്ളൊരു നമ്പർ ആയിരിക്കാം, അങ്ങനെ ഒരു റാൻഡമായ നമ്പർ ആയിരിക്കാം ചിലപ്പോൾ തരുന്ന. ഏത് വാല്യൂ ആയാലും അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കോളും. അപ്പം നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നമ്മൾ അറിയണം. അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് അറിയണം. ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു നമ്മുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം അല്ലേ, എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പം നമ്മൾ +1ലും +2ലും കൂടെ നമ്മൾ പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ. സോ നമ്മൾ ഈ രണ്ട് ഇയറിലുള്ള 2 വർഷങ്ങളിലുള്ള ഈ ഓരോരോ ചാപ്റ്റേഴ്സിലും നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. സോ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണം. ഈ നോളജ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതിൽ പല കാര്യങ്ങളും ഒരുപോലെ അപ്ലൈ ചെയ്തായിരിക്കും നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ടാവുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കിയിരിക്കുക, സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല Na2SO4 ആണ്. സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൻ്റെ
കെമിക്കൽ ഫോമിൽ എന്താണ്? Na2SO4 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് കിട്ടിയിട്ട് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കോമ്പൗണ്ട് അതിൻ്റെ ഒരു കെമിക്കൽ ഫോമുല നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്വാണ്ടിറ്റി, പ്രത്യേകിച്ച് ഒരു മാസ് തന്നിട്ട് അതിൽ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തന്നിട്ടുള്ള ഈ സാധനത്തിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. എന്താണ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോളിൽ, അതായത് ഒരു മോൾ സാധനം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ആ ഒരു സാധനത്തിൻ്റെ മാസ് എന്താണ്? ഒരു മോൾ നമ്മൾ സോഡിയം സൾഫേറ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ സോഡിയം സൾഫേറ്റ് എടുക്കുന്ന സമയത്ത്, ഒരു മോൾ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ സോഡിയം സൾഫേറ്റ് നമ്മൾ എടുക്കണ, മോളല്ല, ഒരു മോളിക്യൂൾ സോഡിയം സൾഫേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു സോഡിയം സൾഫേറ്റിൻ്റെ മാസ് എന്താണോ അതാണ് മോളിക്കുലർ മാസ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു മാസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും. അപ്പോൾ സോഡിയം സൾഫേറ്റിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 2 × 23. സോഡിയം എത്ര ആറ്റം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഒരു സോഡിയം ആറ്റത്തിൻ്റെ മാസ് 23 ആണ്. അതേപോലെ ഒരു സൾഫർ ആറ്റത്തിൻ്റെ മാസ് 32 ആണ്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്താണ്? 16 ആണ്. 16 × 4. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 46, 32, 16 × 4 എന്ന് പറയുമ്പോൾ 64 ആണ്. 6, 4, 10, 12, ബാലൻസ് 1, 5, 3, 8, 142 അല്ലേ? 6 + 2 8 ആണ്. 12 കറക്റ്റ് ആണ്. 4 + 1 5, 5 + 3 8, 142. സോ മോളിക്കുലർ മാസ് എത്രയാണ്? 142 ആണ്. മോളിക്കുലർ മാസ് നമുക്ക് കിട്ടി 142 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം, നമുക്ക് ഇതിന് മുമ്പൊക്കെ നമുക്ക് എന്തായാലും തന്നിട്ടുണ്ടായിരുന്നേ 100 ഗ്രാമിൽ ഇപ്പം മെഗ്നീഷ്യം ഒരു ഇത്ര ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ കാർബൺ ഇത്ര ക്വാണ്ടിറ്റി ആണ്, ഓക്സിജൻ ഇത്ര ക്വാണ്ടിറ്റി ആണ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ മൊത്തം സാധനത്തിൻ്റെ ഒരു മോളിക്യൂൾ സോഡിയം സൾഫേറ്റ് നമ്മൾ എടുക്കണം ആ ഒരു സമയത്ത് ആ മൊത്തം സാധനത്തിൻ്റെ മാസ് എന്താണ്? 142 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഓരോ സാധനത്തിൻ്റെ മാസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇത് എന്തിൻ്റെ മാസാണ്? ഇത് Na2SO4ൻ്റെ മാസാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. നമ്മളിവിടെ മോളിക്കുലർ മാസ് എന്നുള്ള പേരിൽ കണ്ടുപിടിച്ചത് Na2SO4ൻ്റെ മാസാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ എലമെൻസിൻ്റെ മാസ് നമ്മൾ കാണും. സോഡിയത്തിൻ്റെ മാസ് കാണും, സൾഫറിൻ്റെ മാസ് കാണും, ഓക്സിജൻ്റെ മാസ് കാണും. സോഡിയത്തിൻ്റെ എന്താണ്? 46 ആണ്. സൾഫറിൻ്റെ 32 ആണ്. 16 × 4 ഓക്സിജൻ്റെ 4 ആറ്റം ഉണ്ട്, 64 ആണ് അല്ലേ? 64 ആണ്, 64 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 142 ഗ്രാം സോഡിയം സൾഫേറ്റിൽ 142 ഗ്രാം സോഡിയം സൾഫേറ്റിൽ 46 ഗ്രാം സോഡിയമാണ്, 32 ഗ്രാം സൾഫറാണ്, ബാക്കി 64 ഗ്രാം ആണ് ആര്? ഓക്സിജൻ. നമ്മൾ എത്ര ഗ്രാം എടുക്കുമ്പോഴാണ്? 142 ഗ്രാം സോഡിയം സൾഫേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ 46 ഗ്രാം സോഡിയമാണ്, 32 ഗ്രാം സൾഫർ ആയിരിക്കും, 64 ഗ്രാം എന്താണ്? ഓക്സിജൻ ആണ്. അപ്പം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 100 ഗ്രാമിൽ എത്ര എന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. അപ്പം 142 ഗ്രാം സോഡിയം സൾഫേറ്റിൽ 46 ഗ്രാം സോഡിയം ആണെങ്കിൽ 100 ഗ്രാമിൽ എത്ര? 142 ഗ്രാം സോഡിയം സൾഫേറ്റിൽ 32 ഗ്രാം സൾഫർ ആണെങ്കിൽ 100ൽ എത്ര? അല്ലേ? അതേപോലെയാണ് നമ്മുടെ ഓക്സിജൻ. ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 ഗ്രാമിലുള്ള ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. 46 ഡിവൈഡഡ് ബൈ 142 into 100, 32.394. 32.394 ആണ്. 4 ആണ് എന്തിൻ്റെ ക്വാണ്ടിറ്റി? സോഡിയത്തിൻ്റെ ക്വാണ്ടിറ്റി. അതേപോലെ 32 ഡിവൈഡഡ് ബൈ 142 into 100, 22.535 അല്ലേ? 23.535 ഗ്രാം ആണ്. ലാസ്റ്റ് വൺ നമ്മുടെ ആരാണ്? ഓക്സിജൻ ആണ്. 64 ഡിവൈഡഡ് ബൈ 142 into 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 45.070 ഗ്രാം. അപ്പോൾ 100 ഗ്രാമിലുള്ള ഓരോന്നിൻ്റെ അളവ് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഒരു 500 ഗ്രാം
500 gram pure sample of sodium sulfate എടുത്തു. അതിൽ സോഡിയത്തിൻ്റെ അളവ് എത്രയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്, അല്ലെങ്കിൽ സൾഫറിൻ്റെ അളവ് എത്ര, അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെയും അളവ് എത്രയാണെന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാസ് തന്നിട്ട് അതിൽ ഇത്ര പെർസെൻറ്റേജ് ബൈ മാസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയൊക്കെയാണ് എന്ന് തന്നിട്ട് രണ്ടാമത് കണ്ടുപിടിക്കാൻ പറയുന്ന അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻസിൽ കാണാൻ പറ്റില്ല. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അവരൊരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തരും, എന്നിട്ട് ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ ഓരോ എലമെൻറ്റും എന്തോരം ഉണ്ട് എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ അപ്പിയർ ഫോർ ചെയ്യണ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. കെമിക്കൽ ഫോർമുല, മോളിക്കുലർ മാസ്, മോളാർ മാസ്, പിന്നെ എങ്ങനെ കെമിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യാം, ഒരു കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അതിൻ്റെ എലമെൻറ്റ്സ് മനസ്സിലാക്കാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ചില സമയത്ത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഒരു ഭയങ്കര വാസ്റ്റായ ഒരു ടോപ്പിക്കാണ്. സോ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ തന്നിട്ടായിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സുക്രോസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലേ, അല്ലെങ്കിൽ മീഥെയിൻ, ഈഥെയിൻ, ഇങ്ങനത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടായിരിക്കും ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. എങ്ങനെയായാലും നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻസിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എൻട്രൻസ് എക്സാമിനേഷൻസ് നമ്മൾ ജനറലി പറയുമ്പം സംഭവം സിമ്പിളാണ്, പക്ഷെ അതിനെ കോംപ്ലക്സ് ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാസ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? തന്നിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു മോളിക്കുലർ മാസിൽ ഓരോ എലമെൻറ്റിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഈ ഒരു എമൗണ്ടിൽ സോഡിയം 46 ഗ്രാമാണ്, സൾഫർ ഒരാറ്റേ ഉള്ളൂ, സോ 32 ഗ്രാമാണ്, ഓക്സിജൻ 4 ആറ്റം ഉണ്ട്, ഒരാറ്റത്തിൻ്റെ മാസ് 16 ആണ്, സോ 4 ആറ്റം ഉണ്ടെങ്കിൽ 64 64 ആണ്. സോ അങ്ങനെ നമുക്ക് 142ൽ എമൗണ്ട് എത്രയാണെന്ന് കിട്ടി. സോ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, മനസ്സിലായല്ലോ?